ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി മത്തങ്ങ കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 350 ഗ്രാം, അതായത് 350 ഗ്രാമാണ് മത്തങ്ങ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മത്തങ്ങ എടുക്കുക. നല്ല മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയാൽ മതി, വളരെ വലിയ കഷ്ണങ്ങളാക്കണ്ട കേട്ടോ. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. കുറേ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മത്തങ്ങ പെട്ടെന്ന് വേവും. പിന്നെ കുറച്ച് ഉപ്പിടുക, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇത് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും വേവിക്കാം. അപ്പോൾ കഷ്ണം വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 250 ml ഒരു കപ്പാണ് കേട്ടോ. ഇതിൽ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളകാണ് വേണ്ടത്. കുരുമുളക് പൊടി ആയാലും കുഴപ്പമില്ല, 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാൻ കഷ്ണം വേവിക്കുമ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ 1 പച്ചമുളകും കൂടി ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷേ ഇഞ്ചിയുടെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ചേ ചേർക്കാവൂ. ഇതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മയത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചധികം വെന്താലും പ്രശ്നമില്ല, അത്രയും നല്ലതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഞാൻ ചെറിയ രീതിയിൽ ഉടച്ചു കൊടുക്കുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ഉടച്ചിട്ട് വേണ്ട, അങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ മുഴുവനായിട്ട് വേണമെങ്കിൽ പിന്നെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ഉടച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ വേവിച്ച ആ വെള്ളമൊക്കെ പാകമായിരുന്നു. അപ്പോൾ വെള്ളം കുറേ ഒഴിച്ചിട്ട് വേവിക്കരുത്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് വറ്റിക്കേണ്ടത് നല്ലതാണ്. കാരണം പിന്നെ നമ്മൾ മോരും ഒക്കെ ഒഴിക്കുമ്പോൾ അത് വല്ലാതെ ലൂസായി പോവും. ഇനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം മോര് അല്ലെങ്കിൽ തൈര് ചേർക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് മോരാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ മോരോ അല്ലെങ്കിൽ തൈര് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ പാക്കറ്റിൽ വാങ്ങുന്ന തൈരൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല പത വരുന്ന പോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, തിളയ്ക്കരുത്. ഇത് തിളയൊന്നും വരാൻ പാടില്ല കേട്ടോ. നല്ല ഇങ്ങനെ മീത ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിലേക്ക് ലേശം ശർക്കര ചേർക്കുന്നുണ്ട്, പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴുത്ത മത്തങ്ങ ആകുമ്പോൾ അത്യാവശ്യം പുളിയുള്ള മോര് അല്ലെങ്കിൽ തൈര് തന്നെ ചേർക്കണം. അപ്പോൾ മോരിന് പുളി ഇല്ലെങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പുളിയുള്ള മോര് തന്നെ ചേർക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുറച്ച് നിറച്ച് കൊടുക്കണം കേട്ടോ. ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉലുവപ്പൊടി മസ്റ്റാണ്, എന്തായാലും ചേർക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കുക. അപ്പോൾ ഇനി കടുക് വറുത്തിടാൻ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പിന്നെ 1/2 ടീസ്പൂണിനേക്കാൾ കുറവായിട്ട് ഉലുവ ചേർത്തിട്ടുണ്ട്. 2 ഉണക്കമുളക്, 1 പിടി കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് കടുക് വറുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. പിന്നെ കുറച്ച് ആ കറിയിൽ നിന്ന് എടുത്തിട്ട് ഈ തടുക്ക പാനിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഒഴിക്കുക. അപ്പോൾ നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ല പഴുത്ത മത്തങ്ങ വെച്ചിട്ട് ഇങ്ങനെ മോരുകറി ഉണ്ടാക്കി വെക്കും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഒന്ന് അടച്ചു വയ്ക്കുക. സാധാരണ നമ്മൾ വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് മോരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നല്ല പഴുത്ത മത്തങ്ങ വെച്ചിട്ട് കുറച്ച് മോരൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. താങ്ക്